ഹലോ ഓൾ, വെൽക്കം ടു കൊമേഴ്സ് സ്റ്റഡി ഹബ്. കൊമേഴ്സ് സ്റ്റഡി ഹബിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലെ ചാപ്റ്റർ 2 സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന ലെസണാണ് ഇപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്താണ്, അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ഇഷ്യൂസ്, പിന്നെ ഒരു മോഡൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ പറയുകയാണെങ്കിൽ എന്താണ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ആരാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്ന് പറയുന്നത് ഇവരെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 19. സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ബൈ ദ സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലുള്ള ആൾക്കാരാണ് ഈ സ്ട്രാറ്റജിക് ഡിസിഷൻസ് മെയ്ഡ് ചെയ്യുന്നത്. ടേക്കിംഗ് ഓഫ് സ്ട്രാറ്റജിക് ഡിസിഷൻ ഈസ് എ കോംപ്ലിക്കേറ്റഡ് ടാസ്ക്. സ്ട്രാറ്റജിക് ഡിസിഷൻ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ടാസ്ക്കാണ്. ഈ ഡിസിഷൻസ് എല്ലാം റിലേറ്റഡ് ടു ദ കോൺട്രിബ്യൂഷൻ ടു ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് സിഗ്നിഫിക്കൻ്റ്ലി. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസിനും അതിൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിനും വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് എന്ത് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ് ആണ് ഈ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ ഈ ചാപ്റ്ററിൻ്റെ. അതിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്, നമുക്കത് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവിടെ കൊടുത്തേക്കുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ സ്ട്രാറ്റജിക് ഡിസിഷൻ ഈസ് എ മേജർ വൺ വിച്ച് എഫക്ട്സ് ഐദർ ദ ടോട്ടൽ ഓർഗനൈസേഷൻ ഓർ എ മേജർ പാർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഈ സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനെ മൊത്തത്തിലും അല്ലെങ്കിൽ മേജർ പാർട്ട്, ഓർഗനൈസേഷൻ്റെ ഏറ്റവും കോറായിട്ടുള്ള പാർട്ട് ഏതാണോ ആ പാർട്ടിലേക്കും ഇത് എഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് എന്താ, സ്ട്രാറ്റജിക് ഡിസിഷൻ മേ ഇൻട്രൊഡ്യൂസ് ചേഞ്ചസ് ഇൻ ഓർഗനൈസേഷൻ പോളിസീസ്, പ്രാക്ടീസസ്, കസ്റ്റമേഴ്സ്, പ്രൊഡക്റ്റ് മിക്സ് എക്സെട്ര. അതായത് ഈ സ്ട്രാറ്റജിക് ഡിസിഷൻസ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് പുതിയ പുതിയ പോളിസികളും പുതിയ പുതിയ പ്രാക്ടീസസും കസ്റ്റമേഴ്സും പ്രൊഡക്റ്റ് മിക്സുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ, അതിനൊരു മാറ്റം വരുത്താനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത് സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആർ ഫ്യൂച്ചർ ഓറിയൻറ്റഡ്. നമ്മൾ എന്തൊരു ഡിസിഷൻ മേക്ക് ചെയ്യുകയാണെങ്കിലും സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്ക് ചെയ്യുകയാണെങ്കിലും അത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിരിക്കും. പിന്നെ പറയുന്നത് സ്ട്രാറ്റജിക് ഡിസിഷൻ ഹാവ് മൾട്ടി ഫങ്ഷണൽ കോൺസിക്വൻസസ്. നമ്മുടെ സ്ട്രാറ്റജിക് ഫങ്ഷൻ ഒരുപാട് കോൺസിക്വൻസസ് നേരിട്ടിട്ടാണ് ആ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തണത്. അപ്പോൾ അതിന് കുറേ കോൺസിക്വൻസസ് നേരിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് മൾട്ടി ഫങ്ഷണൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. പിന്നെ അത് നമ്മൾ നെക്സ്റ്റ് പേജസിലൊക്കെ ഡിസ്കസ് ചെയ്യും. പിന്നെ സ്ട്രാറ്റജിക് ഡിസിഷൻസ് കൺസിഡർ ദ ഇമ്പാക്റ്റ് ഓഫ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഓൺ ദ വർക്കിംഗ് ഓഫ് ദ ഫേം. അതായത് ഈ സ്ട്രാറ്റജിക് ഡിസിഷൻസ് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ്, നമ്മുടെ ഫേമിൻ്റെ വർക്കിംഗ് കാരണം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ എങ്ങനെയുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നതെന്നുള്ളതും കൺസിഡർ ചെയ്യുന്നതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ജനറൽ ഫീച്ചേഴ്സ്. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആകെ 5 പോയിൻറ്റ്സ് ഉള്ളൂ. 5 പോയിൻറ്റ്സ് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തത് പറയുന്നത് കുറച്ച് ഇഷ്യൂസാണ്. സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്കുണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസാണ്. അതിന് തുടക്കത്തിൽ പറയുന്നത് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അത് പെർഫോം ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. അതിനൊരു കോംപ്രിഹെൻസിബിൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു വേക്കോടെയാണ് ഈ സ്ട്രാറ്റജിക് ഡിസിഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് നമുക്ക് വേറൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല, അനലൈസ് ചെയ്യാനും അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഡിസിഷൻ മേക്കേഴ്സ് ആർ അണേബിൾ ടു ഡിസ്ക്രൈബ് ദ എക്സാക്റ്റ് മാനർ ഇൻ വിച്ച് ദ സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആർ മെയ്ഡ്. നമുക്കതിൻ്റെ എക്സാക്റ്റ് മാനർ അല്ലെങ്കിൽ എക്സാക്റ്റ് സ്വഭാവം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ തരത്തിലുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് വരുത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന ആദ്യത്തെ ഇഷ്യൂ ആണ് എന്ത്, ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ വായിച്ചു നോക്കി. ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് റിക്വയർസ് ഒബ്ജക്റ്റീവ് സെറ്റിംഗ്. ദീസ് ഒബ്ജക്റ്റീവ് സെറ്റിംഗ് സെർവ്സ് ആസ് എ യാർഡ് സ്റ്റിക്സ് ടു മെഷർ എഫിഷ്യൻ്റ്ലി ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ എഫക്റ്റീവ്നെസ് എഫിഷ്യൻ്റായിട്ട് മെഷർ ചെയ്യണമെങ്കിൽ അതിന് യാർഡ് സ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ നെടുന്തൂണായിട്ട് നിൽക്കേണ്ടത് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സാണ്. സോ ആദ്യം നമ്മൾ എന്താണ് ബിൽഡ് ചെയ്തെടുക്കേണ്ടത്, ഒബ്ജക്റ്റീവ്സാണ് സെറ്റ് ചെയ്തെടുക്കണേ. ഇൻ ദിസ് വേ ഒബ്ജക്റ്റീവ്സ് സെർവ് ആസ് ദ ക്രൈറ്റീരിയ ഫോർ ദ ഡിസിഷൻ മേക്കിംഗ്. ദെയർ ആർ 3 മേജർ വ്യൂ പോയിൻറ്റ്സ് റിഗാർഡിംഗ് സെറ്റിംഗ് ക്രൈറ്റീരിയ ഫോർ ദിസ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് സെർവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് ഒരു ക്രൈറ്റീരിയ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 മേജർ വ്യൂ പോയിൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം.
അത് ഏതൊക്കെയാണെന്നാണ് അടുത്ത് ഡിസ്കസ് ചെയ്യണത്. കൺസെപ്റ്റ് ഓഫ് മാക്സിമൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്കണോമിസ്റ്റിൻ്റെ തിങ്കിങ് വ്യൂ ഓഫ് പോയിന്റിലാണ് നമ്മൾ കാണേണ്ടത്. അതിൽ അയാൾ പറയുന്നത് കുറച്ച് ഒബ്ജക്റ്റീവ്സ് അയാൾ കൺസിഡർ ചെയ്യും. എങ്ങനെ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ ആട്രിബ്യൂട്ട്സ് എന്താണോ ആ ആട്രിബ്യൂട്ട്സിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ് ആക്കിയിട്ടാണ് അയാൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്ത് തരിക. ആ ഒബ്ജക്റ്റീവ് അനുസരിച്ച് നമ്മുടെ കമ്പനി അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം, മാക്സിമൈസ് ചെയ്യാനായിട്ട്, പ്രോസസ്സ് മാക്സിമൈസ് ചെയ്യാൻ, റിട്ടേൺസിൽ പ്രോസസ്സ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് ആദ്യത്തെ കൺസെപ്റ്റ് പറയുന്നത്. ഇനി ഇതിൽ സെക്കൻഡ് വ്യൂ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് വ്യൂ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് സാറ്റിസ്ഫൈസിങ് എന്ന ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് അടുത്ത വ്യൂ പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു കൺസെപ്റ്റ് ഓഫ് മാക്സിമൈസിങ്, രണ്ടാമത്തേന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് സാറ്റിസ്ഫൈസിങ് ആണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് കൺസെപ്റ്റ് സേസ് ദാറ്റ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഇൻ സച്ച് മാനർ ദാറ്റ് ദ ഫേം ക്യാൻ അച്ചീവ് ദം റിയലിസ്റ്റിക്കലി ത്രൂ ദ പ്രോസസ് ഓഫ് ഒപ്റ്റിമൈസേഷൻ. നമുക്ക് റിയലായിട്ട് നമ്മുടെ കമ്പനിക്ക് എന്ത് പറ്റും, എങ്ങനെ എത്ര ബെസ്റ്റ് യൂസ് ഓഫ് പോസിബിൾ റിസോഴ്സസ്, നമുക്കുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് അതിനെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ഫേമിന് റിയലിസ്റ്റിക്കായിട്ട് നമുക്കൊരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സാറ്റിസ്ഫിക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നത്. അതായത് ഈ സെക്കൻഡ് വ്യൂവിൽ പറയുന്നത് കൺസെപ്റ്റ് ഓഫ് സാറ്റിസ്ഫൈസിങ് ആണ്. ഇതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സ് ഓഫ് ഒപ്റ്റിമൈസേഷൻ ആണ് ഇതിലെ മെയിൻ സംഭവം. ഈ പ്രോസസ്സ് ഓഫ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദ ബെസ്റ്റ് യൂസ് ഓഫ് പോസിബിൾ റിസോഴ്സസ് എന്നാണ്. പോസിബിൾ റിസോഴ്സസ്, ഇതാണ് ഇതിൻ്റെ മീനിങ്. ഈ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് യൂസ് ഓഫ് പോസിബിൾ റിസോഴ്സസ് എന്നാണ്. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് ഒതുങ്ങാവുന്ന രീതിയിൽ, അതായത് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുമ്പോൾ ഫേമിനും കൂടി പറ്റുന്നതാവണം. മനസ്സിലായോ? അതിന് പറ്റുമെന്നും കൂടി നോക്കണം. നമ്മൾ കുറേ വലിയ ഒബ്ജക്റ്റീവ്സ്, ഇപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ് ഓഫ് മാക്സിമൈസേഷനിൽ പറഞ്ഞു ഹയസ്റ്റ് പോയിന്റിലാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവിടെ സെക്കൻഡ് വ്യൂവിൽ വരുമ്പോൾ എന്തായി, അങ്ങനെ ഹയസ്റ്റ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് അത് താങ്ങുമെന്നും കൂടി നമ്മൾ നോക്കണം. നമ്മുടെ പ്രോസസ്സ് ഓഫ് ഒപ്റ്റിമൈസേഷനെ അത് ബാധിക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. അതാണ് സെക്കൻഡ് വ്യൂ പറയുന്നത്. ഇനി തേർഡ് വ്യൂ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൺസെപ്റ്റ് ഓഫ് ഇൻക്രിമെൻ്റലിസം. കൺസെപ്റ്റ് ഓഫ് ഇൻക്രിമെൻ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദിസ് വ്യൂ ദ ബിഹേവിയർ ഓഫ് ദ ഫേം ഈസ് കോംപ്ലക്സ് and the process of the decision making, which includes objective settings, is essentially designed to move the firm towards the objectives in small logical and incremental steps. അതായത് ഇവിടെ തേർഡ് കൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം. എങ്ങനെ? പതുക്കെ, അല്ലെങ്കിൽ ലോജിക്കലായിട്ട്, അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. പതിയെ മനസ്സിലായോ? നമുക്ക് പറ്റുന്ന ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് അറിഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻക്രിമെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് കൂടി പോവുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലോജിക്കലായിട്ട് നമുക്ക് പതിയെ ഓരോ ഒബ്ജക്റ്റീവ്സും ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് കൺസെപ്റ്റ് ഓഫ് ഇൻക്രിമെൻ്റലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 കൺസെപ്റ്റുകൾ. ഇതെന്തിനപ്പോൾ പഠിപ്പിച്ചത്? ഈ 3 കൺസെപ്റ്റുകൾ ആണ് നമ്മുടെ ക്രൈറ്റീരിയ, നമ്മുടെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ക്രൈറ്റീരിയ സെറ്റ് ചെയ്യാനായിട്ട് ഈ 3 മേജർ വ്യൂ പോയിൻറ്റ്സ് വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ക്രൈറ്റീരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയണത്. അതൊരു ഇഷ്യൂ ആണ്. എന്തുകൊണ്ടാണ്? നമ്മളൊരു ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ അതിൽ ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സർക്കംസ്റ്റാൻസസ് ആണ്. അത് നമുക്ക് റെഡി ആക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇഷ്യൂ. ഇനി അടുത്ത ഇഷ്യൂ പറയുന്നതാണ് റാഷണാലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ്. എന്താണ് റാഷണാലിറ്റി? അതായത് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പോൾ റാഷണാലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണാലിറ്റി മീൻസ് എക്സസൈസിങ് എ ചോയ്സ് ഫ്രം എമംഗ് വേരിയസ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് മേ ലീഡ് ടു ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ. അതായത് ബെസ്റ്റ് പോസിബിൾ മാനറിൽ നമ്മൾ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഒബ്ജക്റ്റീവ്സിൻ്റെ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് ബെസ്റ്റ് പോസിബിൾ ഒബ്ജക്റ്റീവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റാഷണാലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ റാഷണലായി പെരുമാറുക, അതായത് നമ്മൾ കമ്പയർ ചെയ്താണ് ഒരു സാധനം മേടിക്കുള്ളൂ. മനസ്സിലായോ?
അപ്പോൾ ഈ സാധനം കമ്പയർ ചെയ്ത് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഏതാണോ ആ ഓൾട്ടർനേറ്റീവാണ് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ബെസ്റ്റ് പോസിബിൾ മാനറാണ് നമ്മൾ എടുക്കുക. ഈ സെയിം തിങ് തന്നെയാണ് ഇവിടെ പറയുന്ന റാഷണാലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതിൽ എക്കണോമിസ്റ്റിൻ്റെ ഭാഗത്തുള്ളത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ എക്കണോമിസ്റ്റിൻ്റെ ഭാഗത്തെ എങ്ങനെയാണ്, എക്കണോമിസ്റ്റിൻ്റെ കൺസെപ്റ്റിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ മാക്സിമൈസേഷൻ കൺസെപ്റ്റാണ്. ബിഹേവിയറിസ്റ്റിൻ്റെ കൺസെപ്റ്റിൽ നിന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, സാറ്റിസ്ഫിക്കേഷൻ കൺസെപ്റ്റാണ്. അവർ കൺസ്ട്രെയിൻസ് തേടി അത് നമ്മൾ നോക്കും എത്രത്തോളം നമുക്ക് പറ്റും, അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാൻ നോക്കും. ബിഹേവിയറിസ്റ്റിൻ്റെ സ്വഭാവം. ഇൻക്രിമെൻ്റലിസ്റ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ പ്രോസസ്സ് ബാർഗെയിൻ ചെയ്ത് അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറ്റി കൊണ്ടുവരും. ഈ 3 പേർ, ഈ എക്കണോമിസ്റ്റും ബിഹേവിയറിസ്റ്റും ഇൻക്രിമെൻ്റലിസ്റ്റിൻ്റെയും 3 വ്യൂ പോയിൻറ്റ്സ് ആണ് അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തേക്കണേ. ഞാൻ ഈ മുകളിൽ അണ്ടർലൈൻ ചെയ്തേക്കുന്ന വേർഡാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. നമ്മുടെ ഓൾട്ടർനേറ്റീവ് കോഴ്സുകൾ ഉണ്ടാവും, അതിൽ ബെസ്റ്റ് പോസിബിൾ മാനർ ഏതാണോ അതെടുത്ത് നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് ലീഡ് ചെയ്യുക എന്നുള്ളതാണ് റാഷണാലിറ്റി ഇൻ ഡിസിഷൻ മേക്കിങ്ങിൽ പറയണേ. അപ്പോൾ അതൊരു മേജർ ഇഷ്യൂ ആണ്. നമ്മൾ നല്ലത് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു മേജറായിട്ടുള്ള ഇഷ്യൂ ആണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് റാഷണാലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇനി അടുത്തതാണ് ക്രിയേറ്റിവിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതെന്താ? എ ക്രിയേറ്റീവ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് മേ കൺസിഡറബിളി എഫക്റ്റ് ദ സെർച്ച് ഫോർ ഓൾട്ടർനേറ്റീവ് വെർ നോവൽ ഓർ അൺട്രൈഡ്. ഈ നോവൽ എന്ന് പറഞ്ഞാൽ എന്താ? നോവൽ എന്ന് പറഞ്ഞാൽ ന്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. അൺട്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാത്ത, ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു ഓൾട്ടർനേറ്റീവ്സ് മീൻസ് മേ ബി ലുക്ക്ഡ് ഫോർ ദ അച്ചീവ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ എക്സെപ്ഷണൽ മാനർ. അതായത് ക്രിയേറ്റിവിറ്റി, ഈ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൽ ക്രിയേറ്റിവിറ്റി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ കണ്ടെത്താണ്, ഒരു പുതിയ ഓൾട്ടർനേറ്റീവ്. നോവലിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ അൺട്രൈഡ്, അതായത് ഇതുവരെ യൂസ് ചെയ്യാത്തൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ച് നമ്മുടെ ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്രിയേറ്റിവിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് നടത്തുമ്പോൾ അതിന് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മളൊരു ഐഡിയ കൊണ്ടുവരികയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ക്രിയേറ്റിവിറ്റി ഇല്ലെങ്കിൽ എന്തുണ്ടാവും? ക്രിയേറ്റിവിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ലൊരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ടാണ് പറയുന്നത്. മനസ്സിലായോ? എന്ത് കാര്യം പഠിക്കുമ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് വേണം അതിന് ഉത്തരം പഠിക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇത് എങ്ങനെ നമുക്ക് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം? ബ്രെയിൻ സ്റ്റോമിങ് വഴി. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ എംപ്ലോയീസ് ആയിട്ട് ഇരുത്തി അവരെ കൊണ്ട് ഡിസ്കസ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യിപ്പിച്ച് ഓരോ ഐഡിയാസ് പറഞ്ഞ് നമുക്കതിലെ ഏറ്റവും നല്ല ഐഡിയാസ് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം ദ എബിലിറ്റി ടു ഗോ ബിയോണ്ട് ആൻഡ് തിങ്ക്. അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്ക് ചിന്തിച്ച് നമ്മളെന്തെങ്കിലും എക്സെപ്ഷണലായിട്ട് ഒരു ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഡിസിഷൻ മേക്കിങ്ങിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമുക്ക് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ എന്താണ് ഒരു ലിമിറ്റേഷനാണ്. നമുക്കത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതാണ് 3ാമത്തെ ഇഷ്യൂ ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് വേരിയബിലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ കൺക്ലൂഷൻസാണ്. ഇപ്പം നിങ്ങളുടെ ഒരു 10 എംപ്ലോയീസിന് എടുത്തിട്ട് അവർക്കൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ 10 എംപ്ലോയീസും 10 കൺക്ലൂഷൻസാണ് കൊണ്ടുവരിക. അപ്പോൾ അതൊരു മേജർ ഇഷ്യൂ ആണ്. ഇതിൽ യൂണീക്കായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ ആ ഡിസിഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമുക്ക് വരുന്ന ഒരു കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ വേരിയബിലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും ഉള്ളതാണ്. അതായത് ഇറ്റ് ഈസ് എ കോമൺ ഒബ്സർവേഷൻ ദാറ്റ് ദ ഐഡൻറ്റിക്കൽ സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഡിസിഷൻ മേക്കേഴ്സ് മേ ബി ടോട്ടലി ഡിഫറെൻറ്റ് കൺക്ലൂഷൻസ്. അതായത് ഓരോ ഡിസിഷൻ മേക്കേഴ്സിനും ഓരോ കൺക്ലൂഷൻസാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിസ്കഷൻസ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിലെ ഏറ്റവും നല്ലത് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളും അവർ തരുന്ന സൊല്യൂഷൻസൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാണെന്നുള്ളത് ബെസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്, അത്രേ ഉള്ളൂ അതിൽ പറയുന്നത്. ഇപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിന് ഒരു സെറ്റ് ഓഫ് ഫോർമുലാസോ അല്ലെങ്കിൽ യൂണീക്കായിട്ടുള്ളൊരു സെറ്റ് ഓഫ് ഫോർമുലാസോ ഒന്നുമില്ല. ഓരോ ചാൻസസിനും ഓരോ തരത്തിലുള്ള ഐഡിയാസും ഓരോ തരത്തിലുള്ള പ്രോബ്ലം ഡിസോൾവിങ് മെത്തേഡ്സും ആണ് നമ്മൾ യൂസ് ചെയ്യുക. മനസ്സിലായോ? അത്രേ ഉള്ളൂ വേരിയബിലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും പല രീതിയിലുള്ള കൺക്ലൂഷൻസാണ് കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ കോറായിട്ടുള്ള ഐഡിയ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ പേഴ്സൺ റിലേറ്റഡ് ഫാക്ടേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതൊരു മേജർ ഇഷ്യൂ ആണ്. എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള ഫാക്ടേഴ്സാണ് അവർ കണ്ടുപിടിക്കുക. അതായത് പേഴ്സൺ റിലേറ്റഡ് ഫാക്ടേഴ്സ്
ദാറ്റ് പ്ലേ എ റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്. എങ്ങനെയാണ് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു പേഴ്സൺ റിലേറ്റഡ് ഫാക്ടേഴ്സ് പ്ലേ ചെയ്യുക, എങ്ങനെയാണ് അത് നടക്കുക? അതായത് അയാളുടെ ഏജ്, അയാളുടെ എഡ്യൂക്കേഷൻ, അയാളുടെ ഇൻ്റലിജൻസ്, അയാളുടെ പേഴ്സണൽ വാല്യൂസ്, കോഗ്നിറ്റീവ് സ്റ്റൈല്, ഇതൊക്കെ. അതായത് കോഗ്നിറ്റീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ പ്രോസസ്സിനെയാണ് പറയണത്. റിസ്ക് ടേക്കിംഗ് എബിലിറ്റി, അതായത് ഇപ്പോൾ 25 വയസ്സുകാരൻ പറയുന്ന ഒരു റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ആയിരിക്കില്ല ഒരു എന്താ പറയുക ഒരു 45 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സുള്ള ആൾ. 45-50 വയസ്സുള്ള ആൾക്ക് റിസ്ക് എടുക്കാനായിട്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടാവുമായിരിക്കില്ല. പിന്നെ 25 വയസ്സുള്ള ആൾക്ക് ഉണ്ടാകുന്ന ഒരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അയാളുടെ ഒരു ഇൻ്റലിജൻസോ ആയിരിക്കില്ല 45-50 വയസ്സായിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ എപ്പോഴും പേഴ്സണൽ റിലേറ്റഡ് ഫാക്ടേഴ്സ് എപ്പോഴും എഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഈ പോയിൻ്റ് കൊണ്ട് പറയുന്നത്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. ഇനി അടുത്തത് പറയുന്നത് ഇൻഡിവിജ്വൽ വേഴ്സസ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ്. അത് ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇൻഡിവിജ്വലായിട്ട് നടത്തുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ നിന്നും ഓരോ കൺക്ലൂഷൻസ് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബിസിനസ് വലുതായി വരികയാണെങ്കിൽ അത് കോംപ്ലക്സ്ഡ് പ്രോസസ്സായി മാറും. നമ്മുടെ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് വന്ന് കാലാകാലങ്ങളായി ആ ബിസിനസ് ഓർഗനൈസേഷൻ ബിഗ്ഗർ ആവുകയാണെങ്കിൽ നമുക്ക് അത് മോർ കോംപ്ലക്സ് ആയിട്ട് മാറും. ആ ബിസിനസ് നമുക്ക് താങ്ങാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായി തുടങ്ങും. ഇങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, ഒരു ടർബുലൻ്റ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫോൾസ് എൻവയോൺമെൻ്റ് ഒക്കെ വന്നു തുടങ്ങും. അങ്ങനെ വന്നു തുടങ്ങി കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് എല്ലാവരും, ഈ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എല്ലാവരും ഒത്തുകൂടി ഒരുമിച്ച് ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻസ് മേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പർപ്പസ് കൊണ്ടുവരണമെന്നാണ് ഈ ലാസ്റ്റായിട്ട് ഇൻഡിവിജ്വൽ വേഴ്സസ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പോയിന്റ് പറയുന്നത്. അപ്പോൾ 6 പോയിന്റുകളാണുള്ളത്. ആദ്യത്തെ ഇഷ്യൂ എന്താണ്? ഡിസിഷൻ മേക്കിങ്ങിന് ക്രൈറ്റീരിയ ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൽ 3 വ്യൂ പോയിൻറ്റ്സ് അനുസരിച്ച് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പറയുന്നത് റാഷണാലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരാൾ ചെയ്യണതല്ല മറ്റൊരാളുടെ വ്യൂ പോയിൻറ്റ്, അപ്പോൾ കൺക്ലൂഷൻസ് പലതായിരിക്കും, അപ്പോൾ വേരിയബിലിറ്റി ഉണ്ടാവും. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിന് പേഴ്സൺ റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്. ഏജ്, ആറ്റിറ്റ്യൂഡ്, ഇൻ്റലിജൻസ്, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, റിസ്ക് മേക്കിംഗ് എബിലിറ്റി, ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇൻഡിവിജ്വൽ വേഴ്സസ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മുടെ ഇഷ്യൂസ് ഇൻ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് സംസാരിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.